മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കുകയാണ്. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ. ആ രീതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറുന്നതിൽ നമുക്കും സന്തോഷമുണ്ട്. ഇനി പക്ഷെ അതൊരു വിവാദമുണ്ട്. എന്താണ്? ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഈ നിയമനത്തിന് അംഗീകാരം നൽകിയത്. വിനിത വിജയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. എന്തായാലും ഈ ഗ്യാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് തള്ളിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ കാലം നമ്മുടെ കളക്ടർ, കൊച്ചിയിൽ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്, വളരെ സുപരിചിതനാണ്. വിവരങ്ങൾ പറയും. വെരി ഗുഡ് മോർണിംഗ് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ചേർന്ന ഈ സെർച്ച് കമ്മിറ്റി യോഗത്തിൽ രാഹുൽ ഗാന്ധി വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കേസുകൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ കേസുകൾ വരുന്ന 19-ാം തീയതി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ ഇങ്ങനെയൊരു തീരുമാനം വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ അടക്കം ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഗ്യാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. ഇന്നലെ നിയമ മന്ത്രാലയം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള സ്ഥിരീകരണം കൂടി നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലേതായിരുന്നു ഈ തീരുമാനം ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ കോൺഗ്രസ് അവരുടെ വിയോജിപ്പും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാജീവ് കുമാർ ഈ ചൊവ്വാഴ്ച സ്ഥാനമൊഴിയുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഈ നടപടികളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വർഷം ബീഹാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പും ഗ്യാനേഷ് കുമാർ ആകും നിയന്ത്രിക്കുക. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ തെരഞ്ഞെടുക്കേണ്ട സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്നും ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയതും നേരത്തെ വലിയ വിവാദങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു മാറ്റം വേണമെന്നും ഇന്നലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ വലിയ യോജിപ്പാണ് കോൺഗ്രസ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ഒക്കെ ചെയ്ത ബിൽ തയ്യാറാക്കുന്നതിന് ഈ ഗണേഷ് കുമാർ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ അയോധ്യ രാമക്ഷേത്രവുമൊക്കെയായി ബന്ധപ്പെട്ട സുപ്രീം കോടതി രേഖകളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.